കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള വന്ദനവും സ്നേഹവും നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. ഈ പുതിയ ദിവസം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന വഴികൾ അതെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുകയാണ്. അവൻ ചെയ്ത നന്മകളെയൊക്കെ ഒന്ന് ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ നടന്നു വന്ന വഴികൾ കാണുകയാണ്. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും അല്ലെ എത്ര അത്ഭുതകരമായിരുന്നു. പലപ്പോഴും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും തീർന്നു പോകും എന്ന് വിചാരിച്ച ഒത്തിരി സമയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും മറച്ച് സൂക്ഷിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അനുഭവമാണ്. പ്രൈസ് തീർന്നു പോകേണ്ടതായിരുന്നു, അവിടെയെല്ലാം മറച്ചു പിടിച്ച് അത്ഭുതകരമായി ആ വഴി തുറന്ന ആ കർത്താവിന്റെ വലിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുകയാണ്. ആ സ്നേഹത്തിന് മുമ്പിൽ ഈ പ്രഭാതത്തിലും മുട്ടുകുത്തുക. നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനില്ല. നടത്തിയല്ലോ, അത്ഭുതമാക്കിയല്ലോ. ഈ ദിവസം കാണേണ്ടവരായിരുന്നില്ല ഞങ്ങൾ. ഇന്നലെ കൊല്ലത്ത് നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങള് നടത്തിയ ആ സാക്ഷ്യങ്ങളൊക്കെ പറയുകയായിരുന്നു. ഈ ദിവസം ഒരിക്കലും കാണേണ്ടവരായിരുന്നില്ല. എന്നാൽ കർത്താവ് എത്ര അത്ഭുതകരമായി നടത്തി. പലപ്പോഴും നമ്മൾ തിരിഞ്ഞ് വിസ്മയത്തോടെ ദൈവപ്രവൃത്തിയെ നോക്കുകയാണ്. കർത്താവ് ചെയ്യുന്നത് കണ്ട് നമ്മൾ വിസ്മയിച്ച് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കൃപയ്ക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല. കർത്താവിന്റെ പ്രൊവിഷൻ ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇന്നും കർത്താവ് ഹീ സ്റ്റിൽ എ പ്രൊവൈഡർ. യഹോവ ഈരയാണ്. പ്ലീസ് തനിയെ ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നതിലധികം കൊടുക്കുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഇന്ന് ഏതെങ്കിലും ഭാരത്തിലോ വിഷമത്തിലോ ഈ പ്രാരംഭ സമയം തന്നെ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ യേശു പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ: കാസ്റ്റ് യുവർ ബേർഡൻസ് അപ്പോൺ മീ. ആ കർത്താവിന്റെ കൈ, അത് ആ ബേർഡൻ പിടിക്കാമെന്ന് പറഞ്ഞ ആളുടെ കയ്യിലോട്ട് അതങ്ങ് കൊടുത്തു. യു വിൽ നോട്ട് വെറി എന്ന് മാത്രമല്ല, യു വിൽ കം ഔട്ട് ചിയർഫുള്ളി. അതിന്റെ അകത്തുനിന്ന് വലിയ സന്തോഷത്തോടെ നിങ്ങൾ പുറത്തു വരാൻ ഇടയാകും. ആ കർത്താവിന്റെ മുമ്പിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ കയറിയിരിക്കുക. കർത്താവ് ഓരോരുത്തരെയും, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ നിങ്ങൾ ഓരോ സാഹചര്യത്തിലോട്ടും കടന്നു പോവുക. കർത്താവ് കൂടെയുണ്ട്, ഒരിക്കലും കൈവിടത്തില്ലോ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് കൂടെ ഇരിക്കാമെന്ന് ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വാക്ക് തന്ന കർത്താവ് വാക്ക് മാറത്തില്ല. ഈ ഭൂമി മാറിയാലും ആകാശം മാറിയാലും തന്റെ വാക്ക് മാറത്തില്ലെന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഏത് സാഹചര്യത്തെയും ഫേസ് ചെയ്യുവാൻ തക്കവണ്ണം എന്റെ കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ ഇരിക്കും. അത്ഭുതകരമായി വഴി നടത്തും. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവ് അത്ഭുതകരമായ വഴികളും വാതിലുകളും തുറക്കുമെന്ന് ഒന്നും നിരാശപ്പെടേണ്ട കാര്യമില്ല, ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരാൾ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളും നടത്തിത്തരാന്ന് പറഞ്ഞ് കൂടെ ഈ ലോകത്ത് നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭാരപ്പെടുവോ? ഇല്ല. അതിലും റിയലായിട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും കൈ വിടത്തില്ലെന്ന് വാക്ക് പറഞ്ഞ കർത്താവ്. മനുഷ്യർ തന്റെ വാക്ക് മാറുമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കർത്താവിന്റെ വാക്ക് ഒരിക്കലും മാറത്തില്ല. കർത്താവ് എപ്പോഴും കൂടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, ഭയപ്പെടേണ്ട. എൻ്റെ ഈ കാര്യം നടന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടെന്ന് വിചാരിച്ച് ഭാരപ്പെടേണ്ട. കർത്താവ് തക്ക സമയത്ത് നിങ്ങൾ പോലും വിസ്മയിക്കുന്ന രീതിയിൽ ആ കാര്യങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത്ഭുതകരമായി അതിശയകരമായി മറ്റുള്ളവർ വിസ്മയിക്കുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുമെന്നേ. അതിനെന്താ ഉറപ്പ്? ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു. അത്ഭുതകരമായി വഴി നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് ഉയർത്തി മാനിച്ച് മനുഷ്യരെല്ലാം കൈവിട്ടപ്പോൾ, എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ
പക്ഷെ കർത്താവ് ചേർത്ത് പിടിച്ച് വഴി നടത്തി. ആ കർത്താവിനെല്ലാം മഹത്വം ഇന്ന് നമുക്ക് കൊടുക്കാം. ആ കർത്താവിനെ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ആ കർത്താവിനെ നന്ദി പറയാം. ആ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. എൻ്റെ ആവശ്യങ്ങളിൽ, എൻ്റെ തലമുറയുടെ കാര്യങ്ങളിൽ അത്ഭുതം നടക്കുമെന്ന് എന്തിനാ വിചാരപ്പെടുന്നത്? നിങ്ങൾ വിചാരപ്പെടേണ്ടെന്നാ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ കർത്താവിനെ ഒന്ന് സ്നേഹിച്ചാൽ മതി. ആ കർത്താവിന്റെ വചനം ഒന്ന് പ്രമാണിച്ചാൽ മതി. ആ വചനം അനുസരിച്ചൊന്ന് നടന്നാൽ മതി. ആ വാഗ്ദത്തങ്ങളിൽ ഒന്ന് വിശ്വസിച്ചാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 23 വാക്യത്തിൽ പറയാം, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. യേശു ജീവനോടെ ഇരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞ ഒരു വാക്കാ. യേശു അവരോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. ഈ വചനത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ അനുസരിക്കും, അല്ലെ? ഈ വചനം കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ്, കർത്താവിനെ വാസ്തവമായി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി. മറ്റേതൊരു കഥപുസ്തകം വായിക്കുന്നത് പോലെ, മറ്റാർക്കാണ്ട് വേണ്ടി വായിക്കുന്നത് പോലെ നമ്മൾ വായിച്ചു വിടുമായിരുന്നു. പക്ഷെ കഞ്ഞി കിട്ടാൻ സങ്കീർത്തനം വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ വീട്ടുകാര് അല്ലെങ്കിൽ മാതാപിതാക്കൾ വഴക്ക് പറയുന്നുള്ള പേടിയോടെ പ്രാർത്ഥിക്കണമല്ലോ എന്ന് വെച്ച് ഈ വചനം വായിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ആ കർത്താവിനെ അറിഞ്ഞ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വചനം ഒരാഹാരം പോലെ എത്ര ഇഷ്ടത്തോടെയായി വചനം വായിക്കുന്നില്ലേ? അപ്പോൾ അതിന്റെ രുചി, നമ്മളൊരു ആഹാരം കഴിക്കുമ്പോൾ രാവിലെ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ രുചി അറിയാം, അല്ലെ? എരിവ് അറിയാം, പുളി അറിയാം, മണം അറിയാം, അല്ലെ? നമ്മൾ വായിലോട്ട് വയ്ക്കുമ്പോൾ ഇത് നല്ലതാണോ ചീത്തയായി പോയതാണോ? അങ്ങനെ ഈ വചനം അതുപോലെ ആഗ്രഹത്തോടെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ അതിന്റെ രുചിയും അതിന്റെ മണവും അതിന്റെ ഗുണവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടും, അല്ലെ? അങ്ങനെ വേണം ഈ വചനം നമ്മൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ ആ വചനം നമ്മൾ അനുസരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. അപ്പൊ ഈ വചനം പ്രമാണിക്കുമ്പോൾ, വചനം ആയ ജഡമായി തീർന്ന യേശുവിനെ സ്നേഹിക്കുമ്പോൾ പിതാവും നമ്മളെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ആ പിതാവും പുത്രനും നമ്മുടെ കൂടെ വന്ന് വാസം ചെയ്യുന്നു. നമുക്കതിന് വല്ല യോഗ്യതയുമുള്ളവരായിരുന്നു, പാപികളായിരുന്നു. കർത്താവിൽ നിന്ന് ഏറ്റവും അകന്ന് ജീവിച്ച നമ്മളെ സ്വന്തം രക്തം ആ ക്രൂശിൽ ഊറ്റി തന്നു നമ്മളെ സ്നേഹിച്ച്. എന്തൊരു സ്നേഹ, അല്ലെ? കർത്താവ് എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ ആ ക്രൂശിനോളം, ആ ജീവൻ അവിടെ കൊടുത്തതിനോളം നമ്മളെ സ്നേഹിച്ചു. നമുക്ക് വേണ്ടി ആരെങ്കിലും നമ്മൾ പറയും ഏറ്റവും വലിയ സ്നേഹം മാതൃസ്നേഹമാ, അല്ലെങ്കിൽ പിതാവിന്റെ സ്നേഹമാ, മക്കളുടെ സ്നേഹമാ, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും അവരാരെങ്കിലും നമുക്ക് വേണ്ടി മരിക്കുമോ? എനിക്കറിയത്തില്ല. മരിക്കാൻ പറ്റുമോ എന്നും അറിയത്തില്ല. പക്ഷെ ബെസ്റ്റി നമുക്ക് വേണ്ടി മരിക്കത്തില്ല. അപ്പം ആരും ചത്ത് കളയുന്ന സ്നേഹം, അത് നമ്മളിൽ നിന്ന് ഒരു ഗുണവും ഇല്ല. ഇപ്പൊ മറ്റുള്ളവരും എന്തെങ്കിലും നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കിയില്ല, അല്ലെ? ഇവനിൽ നിന്ന് എന്തൊക്കെ എനിക്ക് പ്രതീക്ഷിക്കുന്നുള്ള ആ പ്രതീക്ഷയോടെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു, ഒരു ഗുണവുമില്ലായിരുന്നു. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്കൊന്നും പറയാനില്ല, എനിക്ക് വേണ്ടി എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ച ആ ക്രൂശ അതിന്റെ അടയാളം. ആ ക്രൂശിൽ അവസാനത്തുള്ളി രക്തം ഊറ്റിക്കളയുമ്പോഴും എന്നെ കുറിച്ച്, എന്റെ പേരില്ല കർത്താവ് അത് ചെയ്തെന്ന് ഓർത്തെ. ഈ ക്രൂശിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കർത്താവിന്റെ സ്നേഹമാണ്. ക്രൂശിൽ കൊന്നുകളഞ്ഞത് എന്റെ പാപത്തെയാണ്. എന്റെ കുറവിന് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ കയറിയത്. എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യേശു മരിച്ചത്. ഞാൻ കിടക്കേണ്ടടുത്താണ് കർത്താവ് കിടന്നത്. അതെ, ആ സ്നേഹത്തിനായിട്ട് എത്ര നന്ദി പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ ജീവനെ തന്നെ കൊടുത്താലും മതിയാകത്തില്ല. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആ വചനമൊന്ന് പ്രമാണിച്ചാൽ, ആ വചനമൊന്ന്, ആ കർത്താവിനെ, അതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ 22 അധ്യായത്തിൽ പറയുന്ന നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതുകൊണ്ട്
ആ സ്നേഹിച്ച് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. ആ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താൽ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അങ്ങനെ സ്നേഹിക്കുമ്പോൾ, ഈ വചനം പ്രമാണിക്കുമ്പോൾ, ആ പിതാവും പുത്രനും ആ സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെയുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? നമ്മൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഒരു വിഷയത്തിന് വേണ്ടി കരഞ്ഞ് അതിനു വേണ്ടി നിലവിളിച്ച് ഇല്ലെന്നേ, എന്റെ കർത്താവ് ചെയ്ത് തരുമെന്നുള്ള ആ ധൈര്യത്തോടെ. നിങ്ങളുടെ തലമുറകളുടെ വിഷയമായിരിക്കും, കരയേണ്ടെന്നോ പ്രാർത്ഥിക്കേണ്ടെന്നോ എന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഉറപ്പും ധൈര്യവും ഇല്ല, എന്റെ കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. എന്റെ കർത്താവ് ഇന്ന് ഞാൻ ഇതിലൂടെ പോകുന്നത്, കടന്നു പോകുന്നത് എന്റെ നന്മയ്ക്ക്, എന്റെ തലമുറകളുടെ നന്മയ്ക്ക്. എനിക്ക് നന്മയല്ലാതെ എന്റെ ജീവിതത്തിൽ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ആ വചനത്തിൽ വിശ്വസിച്ച്, വചനം വിളിച്ചു പറഞ്ഞ്, ആ കർത്താവിനെ സ്നേഹിച്ച്, അപ്പൊ ആ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ പിതാവും പുത്രനും കൂടെ ആ സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്. തനിയാണെന്ന് ഇനി പറയല്ലേ, എന്റെ വിഷയത്തിൽ ഞാൻ തനിയേ ഉള്ള, എന്നെ സഹായിപ്പാൻ ആരുമില്ല. മനുഷ്യരൊന്നും സഹായിക്കത്തില്ലെന്ന് വാക്ക് പറഞ്ഞവരൊക്കെ വാക്ക് മാറ്റും. സ്വന്തം സഹോദരങ്ങളും മാതാപിതാക്കളും ഒക്കെ ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടം വരും. പക്ഷെ അവിടെയും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് ധൈര്യത്തോടെ, ഇന്ന് ഉന്മേഷത്തോടെ, ഇന്ന് സന്തോഷത്തോടെ എല്ലാ വിഷയത്തെയൊക്കെ ഒന്ന് കുടഞ്ഞു കളഞ്ഞ്, ഇല്ല എന്റെ യേശു എന്റെ കൂടെയുണ്ട്. ഇന്ന് ചിലരൊക്കെ ജോലിക്ക് പോകാൻ പരിശുദ്ധാത്മാവനോട് പറയാ, നിങ്ങളുടെ സാഹചര്യത്തിലേക്ക്, നിങ്ങളുടെ ജോലിയിലേക്ക്, നിങ്ങളുടെ പഠന സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ട് ഇരിക്കുന്നവർക്ക് ഭയങ്കര ക്ഷീണമാ ശരീരത്ത്, തലവേദന, എഴുന്നേക്കാൻ തോന്നുന്നില്ല, എല്ലാത്തിനോടും ഒരു മടുപ്പ്, അങ്ങനെയൊക്കെ ഇരിക്കുന്നവർ ഇന്നെല്ലാം അങ്ങ് കുടഞ്ഞു. അതുപോലെ ചില വിഷയങ്ങളെ ഓർത്ത് ഇന്ന് ഞാൻ ഇത് ഫേസ് ചെയ്യണോ ഓർത്ത് ഭാരപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ എന്താകും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പം നിങ്ങൾ എല്ലാത്തിനെയും ഒന്ന് കുടഞ്ഞു കളഞ്ഞു. എന്റെ കർത്താവ് എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഒന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ യേശു എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കത്തില്ല, എനിക്ക് നന്മ മാത്രമേ വരത്തുള്ളൂ, എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഞാൻ കാണും, അനുഭവിക്കും, എന്റെ തലമുറകൾ ഒരത്ഭുതമായി മാറും, അത്ഭുതം നടക്കുമെന്നൊന്ന് വിളിച്ചു പറഞ്ഞ് സന്തോഷത്തോടെ ഉന്മേഷത്തോടെ എന്നായിരുന്നു കർത്താവ് ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആ കർത്താവിന്റെ അത്ഭുതകരം ഓരോരുത്തരുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, ഇപ്പോൾ യേശു പറയാണ്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. ഡു യു ലവ് ഗോഡ്? കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. ദൈവവചനം പറയാം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ വചനം നിങ്ങൾ അനുസരിക്കും. ആ വചനം നിങ്ങൾ അനുസരിക്കും. നോക്ക്, ആ കർത്താവിന്റെ കൂടെ നടക്കും. ഇവിടെ ദൈവവചനം പറയാണ്, ഇഫ് യു ലവ് ഗോഡ്, കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ സ്വർഗം മുഴുവൻ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ കൂടെ വാസം ചെയ്യും. നമുക്ക് സ്വർഗം നമ്മുടെ വീട്ടിൽ ഇറങ്ങി വന്നാൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെ ഒന്നിച്ച് വസിക്കാൻ തുടങ്ങിയാൽ, പ്ലീസ്, പിന്നെ നമ്മുടെ ജീവിതം എന്തായിരിക്കും? ഹൗ ബ്ലെസ്ഡ് വി ആർ, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും ഞാനും നിങ്ങളും. പ്ലീസ് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഷീന പറഞ്ഞതുപോലെ ആ ചില കാര്യങ്ങളിലോട്ടൊക്കെ ഇന്ന് രാവിലെ ഇറങ്ങിത്തിരിക്കുക. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ഇറങ്ങിത്തിരിക്കുമ്പോൾ ഗോ വിത്ത് ജീസസ്, ഹാൻഡ് ഇൻ ഹാൻഡ്. ആ കർത്താവ് നിങ്ങളല്ല ഫേസ് ചെയ്യുന്നത്, നിങ്ങളുടെ മുന്നവേ എന്റെ കർത്താവ് കടന്നു പോയിട്ടുണ്ട്. ആ കർത്താവ് മുന്നവേ ഫേസ് ചെയ്യുന്ന, ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന കർത്താവാണ്. ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യ 12:3. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ. അപ്പം ഈ നമ്മുടെ മനുഷ്യർക്ക് സാധാരണ വരാൻ സാധ്യതയുള്ള രണ്ട് കാര്യം, ഒന്ന് ക്ഷീണം വരും, ഒന്ന് മടുപ്പ് വരും. അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ, ഞാൻ ഇവിടെ ആ ദൈവവചനം അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എല്ലാ ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. അപ്പം ചില കാര്യങ്ങളൊക്കെ അവിടെ വിടാൻ പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് വിടാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് ഭാരം, ഹെവിനെസ്, വെയിറ്റ്, ആകുലത, ചിന്തകൾ, ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ലോകത്തെ ഫേസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഉള്ള ആ ഭാരം, അത് വിട്ട് എന്നിട്ട് പറയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്ക്. ഇപ്പൊ ഒരു പാപ സ്വഭാവമുണ്ടോ, അതിനെ ഒന്ന് വിട്ടേ, ലീവ് ഇറ്റ്. അതിൽ നിന്ന് കം ഔട്ട് ഓഫ് ഇറ്റ്.
അതിൽ നിന്ന് വെളിയിൽ വന്ന് ഇന്നലെ ഞങ്ങൾ കൊല്ലത്ത് ശുശ്രൂഷിച്ചപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഒക്കെ ചില സഹോദരങ്ങളൊക്കെ കടന്നു വന്നു. ചിലതൊക്കെ വിടാൻ ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു, മദ്യപാനത്താലൊക്കെ തകർന്ന് ബ്രദറെ വിടാൻ ആഗ്രഹമുണ്ടോ? വിടാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് പ്രവർത്തിക്കും. തങ്ങൂർ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കൂട്ടുകാരെ തമ്മിൽ എന്റെ കർത്താവ് വേർപിരിക്കത്തില്ല. നിങ്ങൾക്ക് അതിനോട് ഒരു വിടണമെന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ the Holy Spirit will definitely help you. He will bring you out of it. അതിൽ നിന്ന് എന്നെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, എല്ലാ ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് വിശ്വാസത്തിന്റെ നായകൻ. നമ്മള് ഈ എല്ലാം വിട്ടിട്ട് വരണമെന്ന് പറയുമ്പം എനിക്കറിയത്തില്ല ഹൗ പ്രാക്ടിക്കൽ ഇറ്റ് ഈസ്. പക്ഷെ വരുമ്പോ എല്ലാം തന്നെ വിട്ടുപോകും. ദൈവസന്നിധിയിൽ നിൽക്കുമ്പം നോക്ക്, മഴയത്ത് നിന്നാൽ ചൂടല്ല, മഴയത്ത് നിന്നാൽ തണുപ്പാണ്. ദൈവസന്നിധിയിൽ നിൽക്കുമ്പം ആ മഹത്വം, ആ ഗ്ലോറിയാണ് എന്നെ സഹായിക്കുന്നത്. ആ സന്നിധിയിലോട്ട് നിൽക്കുമ്പോൾ എവരിത്തിങ് ചേഞ്ചസ് മീ. ആ അറ്റ്മോസ്ഫിയർ എന്നെ മാറ്റാൻ തുടങ്ങും. പ്ലീസ് നോക്കിക്കേ, നമ്മൾ ഇവിടുന്ന് സ്പേസിൽ പോകുന്നവരെയൊക്കെ കാണും. ഈ സ്പേസിൽ പോകുന്നവര് അവിടെ ചെന്നാൽ പ്ലീസ് അവരൊരു പ്രത്യേക ഡ്രസ് ഇട്ടാണ് അവിടെ ജീവിക്കുന്നത്, അല്ലെ? ദേ ആർ നേച്ചർഡ് ടു ദാറ്റ് എൻവയോൺമെന്റ്. ആ എൻവയോൺമെന്റിൽ അവർക്ക് ആ പരിസ്ഥിതിയിൽ എങ്ങനെ നിൽക്കണോ ആ രീതിയിൽ ഒരു അന്തരീക്ഷത്തിലാണ്. ഇവിടുത്തെ അന്തരീക്ഷം എന്ത് ചെയ്യുക, അങ്ങോട്ട് പോർട്ട് ചെയ്ത് ആ ഒരു അന്തരീക്ഷത്തെ നമുക്ക് ജീവിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലേ, ആ അന്തരീക്ഷം എന്ന് പറഞ്ഞതുപോലെ പ്ലീസ് ആ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ദ കിങ്ഡം ഓഫ് ഗോഡ് വിൽ സ്റ്റാർട്ട് ഇൻഫ്ലുവൻസിങ് യു. നിങ്ങളുടെ സ്വഭാവങ്ങൾ, നിങ്ങളെ തന്നെ മാറ്റാൻ തുടങ്ങുന്നത്. നമ്മൾ മാറ്റുന്നതല്ല, ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് വിൽ ഹെൽപ്പ് യു ഔട്ട്. ഏത് കാര്യത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞാനൂടെ ഒന്ന് തീരുമാനിക്കണം, എനിക്ക് പുറത്തു വരണോ. ഞാൻ അതുമായിട്ട് കൂട്ടാണെങ്കിൽ ഇല്ല, അതുമായിട്ട് ഞാൻ നടക്കത്തുള്ളൂ, ഞാൻ വിടത്തില്ല എന്ന് വിചാരിച്ചാൽ പ്രൈസ് ഞാൻ പറയും, കർത്താവിന് പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ എനിക്ക് വേണ്ട. നമുക്ക് പിശാചിന്റെ പ്രവൃത്തികളോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവിടെ പറയുകയാണ്, എല്ലാ ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലോട്ട് നോക്ക്. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കും. അപ്പം ക്ഷീണം, മടുപ്പ്, ഈ രണ്ട് കാര്യങ്ങൾ വരുന്നത് ചില കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാൻ ഭയം. ഒന്നിനെ ഫേസ് ചെയ്യാൻ ഭയപ്പെടരുത് കേട്ടോ. കർത്താവ് കൂടെയുണ്ട്. യു ആർ നോട്ട്, ഗോഡ് ഈസ് ഇൻ ദിസ് ബാറ്റിൽ. കർത്താവാണ് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നത്. കർത്താവായി ഈ വിഷയത്തിന്റെ അകത്ത് നിങ്ങളുടെ മുമ്പായി. നിങ്ങൾ മിണ്ടാതിരുന്ന്, ദൈവവചനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിയുക. ആ കർത്താവ് ഒന്ന് ബ്രിങ് ഗോഡ് ഇൻ ടു ദാറ്റ്. ആ വിഷയത്തിന്റെ അകത്തോട്ട് ഞാനും നിങ്ങളും പലപ്പോഴും നമ്മുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ അകത്ത് സ്ട്രഗിൾ ചെയ്യുന്നത്. നേരെ മറിച്ച് പ്രൈസ് കർത്താവാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് വെച്ച് കൈകെട്ടി ചുമ്മാ നമ്മൾ നിൽക്കത്തേ ഉള്ളൂ. അവിടെ വി വിൽ ബി ക്വയറ്റഡ്. നമ്മൾ മിണ്ടാതിരിക്കും, നമ്മളൊന്നും ചെയ്യത്തില്ല. വി വിൽ സ്റ്റാൻഡ് ആൻഡ് ഗോഡ് വിൽ ടേക്ക് കൺട്രോൾ. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എഴുതിയതുപോലെ പ്രൈസ് ഗോഡ് ഇസ് ഇൻ കൺട്രോൾ എന്ന് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗോഡ് ഇസ് ഇൻ കൺട്രോൾ എന്ന ഒരു വിഷയത്തിൽ താൻ വീട്ടിൽ തന്റെ കുഞ്ഞുണ്ട്, താൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, വിദേശ രാജ്യത്താണ്. താൻ ടോയ്ലറ്റ് കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ തനിക്ക് പെട്ടെന്നൊരു പ്രയാസം ഉണ്ടായി. താൻ അൺകോൺഷ്യസ് ആകുന്നത് പോലെ ഒരു കാര്യം തന്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പൊ നമ്മൾ പലപ്പോഴും ഇതിന്റെ അകത്ത് പറയും ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. അപ്പൊ ആ സഹോദരി അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, ഗോഡ് ഇസ് ഇൻ കൺട്രോൾ, ഗോഡ് ഇസ് ഇൻ കൺട്രോൾ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്റെ സാഹചര്യം മാറാൻ തുടങ്ങി. തന്റെ ശരീരത്തിന്റെ മേൽ ബലം. ബ്രിങ് ഗോഡ്. ഞാൻ എന്നെ കേൾക്കുന്നവരോട് പറയാം, നിങ്ങളുടെ ഏത് സാഹചര്യമാണെങ്കിലും ഇന്ന് പകൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ ഉള്ള ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തോടൊന്ന് പറഞ്ഞ് ഗോഡ് ഇസ് ഇൻ കൺട്രോൾ, ബ്രിങ് ഗോഡ്. അതുകൊണ്ട് ഡോണ്ട് ബി വേറി. നിങ്ങൾ ക്ഷീണിച്ച് മടുത്തു പോകരുത്. ഡോണ്ട് ബി വേറി ആൻഡ് ഡിസ്കറേജ്. ഈ ചില ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലതിനെയൊക്കെ ഫേസ് ചെയ്യത്തില്ല. നിങ്ങളുടെ വിഷയത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞ് മാറരുത്. ഞാൻ എന്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ പറയാം. എനിക്ക് സാമ്പത്തികമായ വലിയ വെല്ലുവിളി ഉണ്ടായിരുന്ന സമയത്ത് ഫോൺ വന്നാൽ എടുക്കത്തില്ല. ഫോൺ വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാവും. ഈ ഫോൺ എടുക്കാൻ
മനസ്സിലായി. കാരണം എനിക്ക് ആരോടും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ആ സമാന സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നവര് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. ലെറ്റ് മീ ടെൽ യു, ഡോണ്ട് ബി വെറി ആൻഡ് ഡിസ്കറേജ്. ക്ഷീണിച്ച് മടുക്കരുത്. നിങ്ങൾ ആ ഫോൺ എടുത്തേ, നിങ്ങൾ ആൻസർ ചെയ്തേ, നിങ്ങൾ ആ പറയുന്ന വാക്കിന് നിങ്ങളല്ലെന്നേ, കർത്താവ് ആ വാക്കിന് നിൽക്കും. നിങ്ങൾ വിചാരിക്കുന്ന അവര് നിങ്ങളെ ചീത്ത വിളിക്കുമെന്ന്, അവര് നിങ്ങളുടെ തലയിൽ കയറുന്ന, ആരും നിങ്ങളുടെ തലയിൽ കയറത്തില്ല, ആരും നിങ്ങളുടെ ചീത്ത. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. നിങ്ങളത് ഇഫ് യു റിയലി ബിലീവ് ഇറ്റ്, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ എന്ന് ശരിക്ക് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആൻഡ് യു വിൽ സീ ദ പവർ അൺലീഷ്ഡ്. മിണ്ടാതെ, ചിലടത്ത് പറയാം മിണ്ടാതിരുന്ന്. ചില സമയത്ത് നമുക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, അല്ലെ? അങ്ങനെ പറയണമെന്ന് അറിയാൻ മേലാത്തപ്പം ദൈവവചനം പറയാണ്, തക്ക സമയത്ത് ഞാൻ നിന്റെ നാവിൽ മേൽ ഐ വിൽ സ്പീക്ക് ത്രൂ യു. നിങ്ങളിലൂടെ ഞാൻ സംസാരിക്കാൻ തുടങ്ങും. ചില സ്ഥലത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ചില സമയത്ത് ചില വാക്കുകളൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ എങ്ങനെ ഇത് പറഞ്ഞു എന്ന് നമുക്ക് പോലും ഇത് എവിടുന്ന് വന്നു എന്ന് അറിയാൻ മേലാത്തതുപോലെ അങ്ങനെ ഗോഡ് വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ്. കർത്താവ് ഈ ജ്ഞാനം എവിടുന്ന് കിട്ടിയെന്ന് ലോകം വിസ്മയിക്കുന്ന പോലെയുള്ള വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ക്ഷീണിച്ച്, ദൈവവചനം പറയാ, ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ തനിക്ക് നേരിട്ട് പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. അപ്പം ഈ ജീസസ് ക്രൈസ്റ്റ് ഹാഡ് സംതിങ് സ്പെഷ്യൽ, അല്ലേ? ഈ അവിടെ എഴുത്തുകാരൻ പറയാണ്, ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളു എന്ന് പറയുമ്പം നമ്മൾ എന്തോ മോഡലാക്കണം, നമ്മൾ കർത്താവിൽ നിന്ന് എന്തോ ഊറ്റിയെടുക്കണം. ഞാൻ കർത്താവിനെ കാണുമ്പം കർത്താവിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാര്യം, കർത്താവ് ഹി വാസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ഹിസ് ഫാദർ. തന്റെ പിതാവുമായിട്ട് തനിക്ക് ഭയങ്കര ബന്ധമായിരുന്നു. അധികാലത്തെ ഇരുട്ടുള്ള സമയത്ത് എഴുന്നേറ്റ് പിതാവുമായിട്ട് കൂട്ടായ്മ ആചരിക്കും. പിതാവുമായിട്ട് ഹി വിൽ ഷെയർ എവരിതിങ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആദ്യം ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കർത്താവിനോടാണോ? ആദ്യം ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ലോകത്തിലെ ചില ഫ്രണ്ട്സിനോടാണോ? അതോ നിങ്ങളുടെ വീട്ടിലാണോ? ഷെയർ എവരിതിങ് വിത്ത് ജീസസ്. എല്ലാം നിങ്ങൾ ആദ്യം ഫസ്റ്റ്. അത് മുമ്പേ യേശു പറയുന്ന മുമ്പേ ഞാൻ സീക്ക് മൈ കിങ്ഡം ആൻഡ് റൈച്ചസ്നസ്, അല്ലെ? മുമ്പേ എന്റെ രാജ്യവും മുമ്പേ ഞാൻ. കർത്താവ് ഈ പ്രയോറിറ്റി യേശുവാണോ ജീവിതത്തിലെ? ഒന്നാം സ്ഥാനം കർത്താവിനാണോ? ഏത് കാര്യവും കർത്താവിനോട് പറഞ്ഞിട്ടേ ലോകത്തോട് പറയാവുള്ളൂ. നോക്ക്, അങ്ങനെ ഇഫ് യു ആർ ഷെയറിംഗ് വിത്ത് ജീസസ് ആൻഡ് ഇഫ് യു ആർ കണക്ടിങ് വിത്ത് ജീസസ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് അതാ ചെയ്തത്. ഹി പ്രേയ്ഡ് ഫോർ എവരിതിങ്. എല്ലാത്തിനും തനിക്ക് തന്നെ. നോക്ക്, കർത്താവ് ലാസർ മരിക്കുമ്പോൾ അടുത്ത പട്ടണത്തിൽ ഇരിക്കുകയാണ്, ഉയർപ്പിക്കാൻ പോകുകയാണെന്ന് എല്ലാം ശിഷ്യന്മാരോട് പറഞ്ഞു. കല്ലറയുടെ അവിടെ ചെന്ന് നോക്ക്, ഉയർപ്പിക്കാൻ പോവുക. കർത്താവിനെല്ലാം അറിയാം. പക്ഷേ ആ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പിതാവിനോട് പറയുക, നീ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. അവിടെ പിതാവിനെ നോക്ക്, കർത്താവ് പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ, വിത്തൗട്ട് മീ യു ആർ എ സീറോ, വിത്ത് മീ യു ആർ എ ഹീറോ. എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്ലീസ്, ആദ്യ പ്രയോറിറ്റി ജീസസ് ആണോ നിങ്ങളുടെ ജീവിതത്തിൽ? പ്രയോറിറ്റി യേശു ആണോ? നിങ്ങൾ ഒന്നാമത് ഏത് കാര്യം ഷെയർ ചെയ്യുന്നത് കർത്താവിനോടാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരാൻ കർത്താവ് സമ്മതിക്കത്തില്ല. പ്ലീസ്, ഹി കാസ്റ്റഡ് എവരിതിങ് ഇൻ പ്രയർ. തന്റെ ബേർഡൻസ് നമ്മൾ ഗെത്സമനയിൽ കാണുകയല്ലേ? കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഹൃദയം തകർന്നു, മുറിവേറ്റു. അണ്ടിൽ ഹി ഹാഡ് an encounter he prayed. നോക്ക്, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഈ ടെസ്റ്റിൽ നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണൊക്കെ ശിഷ്യന്മാരോട് പറയുക. ബട്ട് they were sleeping. അതാ ദൈവവചനം പറയുന്ന ഡോണ്ട് ബി സ്ലീപ്പി, ഡോണ്ട് ബി സ്ലഗി. നോക്ക്, അങ്ങനെ നിങ്ങൾ സ്ലീപ്പി ആയിട്ട് ക്ഷീണിച്ച് നിങ്ങൾ മടുക്കരുത്. ക്ഷീണിച്ച് മടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഇങ്ങനെ പരീക്ഷ സഹിച്ചവനെ എങ്ങനെ ധ്യാനിക്കാൻ പറ്റും? അവന്റെ പ്രാർത്ഥന.
ആ കർത്താവിന്റെ കൂട്ടായ്മ, കർത്താവിന്റെ ആ ബന്ധം, ആ കണക്ടിവിറ്റി, നിങ്ങൾ അതുപോലെ യേശുവായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരാൻ സമ്മതിക്കത്തില്ല. ആ ഗെത്സമനെ കണക്റ്റഡ് ആകുക, കർത്താവ് കണക്റ്റഡ് ആകുക. പ്രാർത്ഥിച്ചിട്ടും തനിക്ക് മതിയാകുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും തനിക്ക് ആ ബലം കിട്ടുന്നില്ല. വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും മൂന്നാമതും ഒരേ കാര്യം ചൊല്ലി പിന്നെയും പ്രാർത്ഥിച്ചു. പിന്നെയും പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി തന്നെ ബലപ്പെടുത്തി. തന്റെ പ്രാർത്ഥന അത്ര ശക്തമായിരുന്നു, തന്റെ വേർപ്പ് തുള്ളികൾ ചോരത്തുള്ളികൾ പോലെയായി. അങ്ങനെ ഹി വാസ് സ്ട്രഗിളിംഗ് ഇൻ പ്രയർ. ഇല്ല, എനിക്ക് നിന്റെ ആശ്വാസം കിട്ടിയേ മതിയാകത്തുള്ളൂ, ഈ പ്രതിസന്ധിക്കകത്ത് എനിക്ക് ബലം കിട്ടിയേ മതിയാകത്തുള്ളൂ. ഹി വാസ് പ്രേയിങ് സച്ച് എ പ്രയർ. അതുപോലെ താൻ പ്രാർത്ഥിച്ചു. ഒന്നാമത് ചെയ്യേണ്ടത് പ്രാർത്ഥന. ഒന്നാമത് ചെയ്യേണ്ടത് ഷെയർ എവരിത്തിങ് വിത്ത് ജീസസ്. നമ്മുടെ കൺസേൺസ് നമുക്ക് പറയാം, നമ്മുടെ ഗൈഡൻസ്. എനിക്ക് കർത്താവ്, എനിക്ക് നിന്റെ ഗൈഡൻസ് വേണം, എനിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നിന്റെ ആലോചന ഇല്ലാതെ എനിക്ക് മുമ്പോട്ട്. നമ്മുടെ ഈ മനുഷ്യബുദ്ധി നമ്മൾ ആശ്രയിച്ചാലുണ്ടല്ലോ, അവിടെയെല്ലാം തകർച്ച മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ബുദ്ധി ചതിക്കുന്ന ബുദ്ധി കൂടിയാണ്. നമ്മുടെ ഹ്യൂമൻ വിസ്ഡം എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മളെ ചതിക്കുഴികളിൽ കൊണ്ടുപോയി എത്തിക്കുന്നതാണ്. നോക്ക്, പിശാച് പല ആലോചനകളും പല കാര്യങ്ങളും, നമ്മുടെ ചിന്തകൾ പലതും കൊണ്ടുവന്നിടും. നമ്മുടെ മൈൻഡ് രക്ഷിക്കപ്പെട്ടിട്ടില്ല, ട്രാൻസ്ഫോംഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ ഹോളി സ്പിരിറ്റിലൊന്ന് ആശ്രയിച്ച്, കർത്താവിലൊന്ന് ആശ്രയിച്ച്, കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങിക്കേ. ഹി വിൽ ഗൈഡ് യു ആൻഡ് ഗോഡ് വിൽ ബിക്കം യുവർ നാവിഗേറ്റർ. നിങ്ങളുടെ മുമ്പോട്ടുള്ള ഓരോ വഴികളും കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു, അടുത്ത സ്റ്റെപ്പ് കർത്താവ് നിങ്ങളെ കാണിച്ചു തരും. അങ്ങനെ കർത്താവിലൊന്ന് ആശ്രയിച്ച്, പ്രാർത്ഥനയിൽ ആശ്രയിച്ച്, ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ യേശു ചെയ്തത് തനിക്ക് മടുപ്പ് വന്നപ്പം നോക്കിയാൽ അറിയാം, കർത്താവ് പ്രാർത്ഥിച്ചു. കർത്താവ് അവിടെ നോക്കി മടുപ്പ് വന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒന്ന് മാറ്റണം. തനിക്ക് ആ കടന്നു പോകുന്ന തന്റെ കൈപ്പണിയായി സൃഷ്ടിച്ച മനുഷ്യൻ തന്നെ തല്ലി തകർക്കുന്നത് ഓർത്തപ്പോൾ ആ കടന്നു പോകേണ്ട ആ വേദന, യേശുവിന് വന്ന ഈ നോക്ക് കല്ലെറിഞ്ഞതും അടിയേറ്റതും ഒന്നും അല്ല യേശുവിന് വന്ന വേദന. യേശുവിന് വന്ന ഏറ്റവും വലിയ വേദന നോക്ക്, കാൽവറി ക്രൂശിൽ ഉണ്ടായ ഏറ്റവും വലിയ വേദന. പിതാവ് തന്നെ മുഖം മാറ്റിക്കളഞ്ഞു. അവിടെ യേശു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഏലി ഏലി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. ആ സെപ്പറേഷൻ നോക്ക്. നിങ്ങൾ കർത്താവുമായിട്ട്, നമ്മള് ഈ ഓക്സിജൻ വലിക്കാൻ കിട്ടാതിരുന്ന ശ്വാസം മുട്ടുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കണം നമ്മൾ കർത്താവുമായിട്ട് ഡിസ്കണക്ട് ആകുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടലായിരിക്കണം, നമുക്ക് എന്തോ ഒരു മിസ് ചെയ്യുന്നത് പോലെ ഒരു അനുഭവമായിരിക്കണം. നോക്ക്, ഈ ലോകം, യേശു പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ലോകം എന്നെ പകച്ചു നിങ്ങളെ പകയ്ക്കുക. നോക്ക്, ഈ ലോകം, ദിസ് വേൾഡ് വിൽ ഓഫർ നത്തിങ് ടു യു. ഒന്നും ഈ ലോകത്തിന് തരാനില്ല. പക്ഷേ ഇഫ് യു ആർ കണക്റ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്, നിങ്ങൾ വിചാരിക്കുന്ന ഇന്നയാള് സഹായിക്കും, ഇന്നയാള് നിങ്ങൾക്കുണ്ട് എന്ന് നോക്കിയ ഒന്നുമില്ല. അവരാരും നമ്മുടെ ഒരു പ്രതിസന്ധിയിൽ കാണത്തില്ല. പക്ഷെ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധിയിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരേ ഒരാളുണ്ട്, ആൻഡ് ഹിസ് നെയിം ഈസ് ജീസസ് ആൻഡ് ഹി വിൽ ബി ഓൾവേസ് ദർ. കാരണം എന്നാണെന്നറിയോ, സകലത്തിലും എനിക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. എന്റെ കർത്താവിന് ആരുമില്ലാത്ത അനുഭവം എന്റെ കർത്താവിന് നല്ലവണ്ണം അറിയാം. ആ പിതാവ് ആ കാൽവറി ക്രൂശിൽ തന്റെ മുഖം മാറ്റിക്കളഞ്ഞപ്പോൾ കർത്താവിന് ആ വേദന അറിയാം. ആരുമില്ലാത്തവന്റെ വേദന, ആരും സഹായിക്കാനില്ലാത്തവന്റെ വേദന, ആരും മനസ്സിലാക്കാനില്ലാത്തവന്റെ വേദന എന്റെ കർത്താവിന് നല്ലവണ്ണം അറിയാം. കർത്താവിന്റെ മുഖത്തോട്ട് നോക്കിയാൽ സഹോദരങ്ങളെ ലജ്ജിക്കത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. കണക്ട് യേശു അതാ ചെയ്ത് ആ പിതാവുമായിട്ട് ഹി വാസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ പ്രയർ. ആ പ്രാർത്ഥനാ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ടെൽ എവരിത്തിങ് ടു ജീസസ്. എല്ലാം ആദ്യം പറയേണ്ട, ഷെയർ ഇറ്റ് വിത്ത് ജീസസ്. എന്റെ കർത്താവിനോടെല്ലാം പറഞ്ഞിട്ട് നിങ്ങളുടെ വേദന പറയാം, നിങ്ങളുടെ സ്ട്രെങ്ത് പറയാം, നിങ്ങളുടെ വീക്ക്നെസ് പറയാം. നിങ്ങൾക്ക് ചില വീക്ക്നെസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നിങ്ങൾക്കും, ഞാനും എന്നെ കൂടെ കൂട്ടി പറയും. നിങ്ങൾ പറയുക ഞാൻ ഭയങ്കര വിശുദ്ധനായി പോകും. എനിക്കും നമുക്ക് ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്. അതെല്ലാം ആരോട് പറയാം? എന്റെ കർത്താവിനോട് പറയാം. നന്നായിട്ടില്ല, പക്ഷെ നന്നാകും. നമ്മൾ നന്നാവും ഒരു ദിവസം. ആ പരിശുദ്ധാത്മാവ് നമ്മളെ നന്നാക്കി പിതാവിന്റെ സന്നിധിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം എന്നെ നന്നാക്കി ഓരോ ദിവസവും ദൈവവചനം എന്ന വെള്ളത്താൽ എന്നെ നിങ്ങളെ കഴുകി കർത്താവ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിന്റെ മുഖത്തോട് നോക്കിക്കോ, ക്ഷീണവും മടുപ്പും മാറും. അസാധാരണമായ
ധൈര്യം നമുക്ക് വരും, നമുക്ക് ഭയങ്കരമായ ബലം കിട്ടും, ഭയങ്കരമായ ശക്തി കിട്ടും. ആ കർത്താവിന്റെ കയ്യിലോട്ട് നിങ്ങളെ തന്നെ ഒന്ന് കൊടുത്തേ. വെൻ യു ആർ സെപ്പറേറ്റഡ് കേട്ടോ, നമ്മൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നോക്ക്, എന്നെ കൂടാതെ, യേശു പറഞ്ഞു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്നലെ ഒരു സഹോദരൻ എന്നോട് വന്ന ഒരു കുടുംബം തന്നെ സാമ്പത്തികമായ വെല്ലുവിളികളിലൂടെ കടന്നു പോവുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കൂട്ടായ്മ കൊല്ലത്താണ്, ഈ കൂട്ടായ്മയിൽ ഞാൻ വന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഞാൻ ചില കാര്യം ദൈവം എന്നെ അനുഗ്രഹിച്ചു, ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ ബിസിനസിന്റെ ഞായറാഴ്ചയൊക്കെ ഞങ്ങളുടെ ബിസിനസിന്റെ പുറകെ എല്ലാം ഞങ്ങൾ പോയി, അതിന്റെ പുറകെ എല്ലാം പോയി, ഇങ്ങോട്ട് വരാതെയായി. അങ്ങനെ ഞങ്ങൾ കട്ട് ഓഫ് ആയി പോയി. അവസാനം ഭീകരമായ കടഭാരത്തിന്റെ കീഴിലായി. ഇപ്പം ബ്രദറെ ഞങ്ങൾ മടങ്ങി വന്നു. ഞാൻ പറഞ്ഞു, കറക്റ്റാ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ മടങ്ങി വന്നല്ലോ. പ്ലീസ് നോക്ക്, വഴിക്കണ്ണുമായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്ന, എവിടെയെങ്കിലും നിങ്ങൾ ഡിസ്കണക്ട് ആയി പോയെങ്കിൽ, അകന്നു പോയെങ്കിൽ, വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. അതാണ് കർത്താവ് മുടിയനായ പുത്രന്റെ ഉപമ പറഞ്ഞത്. ഹി വാസ് ഡിസ്കണക്ട്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്ന് എന്നെ അകറ്റിക്കൊണ്ട് പോകുന്നത്. നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാതെ ഒരിക്കലും പിശാചിന് നിങ്ങളെ മോഷ്ടിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ മോഷ്ടിക്കണമെങ്കിൽ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കൊണ്ട് പോകണം. എന്നിട്ട് വേണം അന്നും അവന്റെ സ്വഭാവം വന്ന, ഇന്നും സ്വഭാവം വന്ന. അന്നും കലക്കവെള്ളത്തെ മീൻ പിടിക്കുന്നവനാ, ഇന്നും കലക്കവെള്ളത്തെ ആദ്യം ഹൃദയം കലക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റവും അതും ഇതും ഒക്കെ പറഞ്ഞ് അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ആ ബ്രദറിനെ കണ്ടില്ലേ, ആ ബ്രദർ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ല. നമ്മള് ബ്രദറിനെ കാണാനാണോ കൂട്ടായ്മ വന്നേ? നിങ്ങൾ ബ്രദറിനെ കാണാനാണോ കൂട്ടായ്മ വന്നേ? സിസ്റ്ററെ കാണാനാണോ കൂട്ടായ്മ വന്നേ? അതോ യേശുവുമായിട്ട് ഇന്ന് കർത്താവിന്റെ രാജാതിരാജനെ ലുക്ക് ഓൺ ടു ജീസസ്. ഇവിടെ പറയല്ലേ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ വേറെ ആരെയും നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ? വേറെ ഒരു മനുഷ്യനെ നോക്കരുത്. നോക്ക്, യേശുവിനെ നോക്ക്, ലജ്ജിക്കരുത്. മനുഷ്യരെ നോക്കിയ നമ്മുടെ ഒരു റോങ് ഏറിയ, നമ്മുടെ ഒരു അഴുക്ക് ഏറിയ നോക്ക് എക്സ്പോസ്ഡ് ആകുമ്പം പലപ്പോഴും നോക്ക്, അനേകർക്ക് വെറി വരും, ദുഃഖം വരും. നിങ്ങൾ അവരിലോട്ട് നോക്കാതെ, ഈ ലോകത്ത് കുറവില്ലാത്ത ഒരാളുമില്ല, ഒരു വ്യക്തിയും കുറവില്ലാത്തവർ. നിങ്ങൾ മനുഷ്യരെ നോക്കാതെ, പിന്നെ അവരിവരും പറയുന്ന കാര്യം അവരുടെ അഭിപ്രായമാണ്. അതിപ്പോ ശരിയാകണമെന്നില്ല. ദാറ്റ് മേ നോട്ട് ബി റൈറ്റ്. അത് ശരിയാകണമെന്നില്ല. അതാ അവരുടെ തോന്നലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമായിരിക്കാം. നിങ്ങൾ അവരുടെ അഭിപ്രായം നോക്കാതെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ. ലുക്ക് ഓൺ ടു ദിസ് വേർഡ്. കണക്ട് വിത്ത് ജീസസ്. കണക്ട് വിത്ത് ഹിം ഇൻ പ്രയർ, പ്രാർത്ഥനയിൽ. നിങ്ങളുടെ ബേർഡൻസ് എല്ലാം പ്രാർത്ഥനയിൽ അവന്റെ സന്നിധിയിൽ വെച്ച്, കർത്താവ് എനിക്ക് കൃപ തരണേ, എനിക്ക് ധൈര്യം വരണമേ, മനുഷ്യരെ നോക്കാൻ എന്നെ കർത്താവ് സമ്മതിക്കരുതേ. ആവശ്യമില്ലാത്ത, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ ആവശ്യമില്ലാത്ത കാണാൻ സമ്മതിക്കരുത്, ആവശ്യമില്ലാത്ത കേൾക്കാൻ സമ്മതിക്കരുത്. എന്റെ ആത്മീയ വർധനയ്ക്ക്, എന്റെ സ്പിരിച്വൽ ലൈഫിനെ ബലഹീനപ്പെടുത്തുന്ന, പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം. എന്റെ സ്പിരിച്വൽ ലൈഫിനെ ബലഹീനപ്പെടുത്തുന്ന, എന്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ഒന്നും എന്റെ 7 അയൽവക്കത്ത് പോലും വരരുത്. നിങ്ങളുടെ ചുറ്റും നിങ്ങളൊരു കോട്ടയൊന്ന് കെട്ടിക്കുക. അതിന്റെ അർത്ഥം നമുക്ക് മനുഷ്യരോട് ഈ ലോകത്ത് അകന്ന് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ യു ക്യാൻ ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ അറൌണ്ട് യു. നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഓറ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും നിങ്ങളുടെ ചുറ്റും. അതിന്റെ അകത്ത് ജീവിച്ച്, അതിന്റെ അകത്ത് ആവശ്യം. നമ്മുടെ ചിലരൊക്കെ ചോദിക്കും, ബ്രദർ കണ്ടില്ല? ഇല്ല, അത് കണ്ടില്ല, തലയുടെ മേളിൽ കൂടെ പോയി. അവര് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? അത് കേട്ടില്ല, അത് ഇതിലേ പോയി. അതെന്നാ കേൾക്കാഞ്ഞേ? ഒച്ചത്തിലാണെന്നെ പറഞ്ഞല്ല, അവിടെ നിന്ന് എല്ലാവരും കേട്ടല്ലോ. ബ്രദർ എന്നാ കേൾക്കാഞ്ഞ? അത് കേട്ടില്ല. വേറൊരു ഓറായില്ല. അങ്ങനെ ഒരു ജീവിതം ഉണ്ട്. ആവശ്യമുള്ളതേ ഇത് എടുക്കത്തുള്ളൂ, ആവശ്യമുള്ളതേ കേൾക്കത്തുള്ളൂ. ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള ഒന്ന്, ജീസസ് വാസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ഹിസ് ഫാദർ എപ്പോഴും. 2, നോക്ക്, കർത്താവിന്റെ വചനത്തിലോട്ട് നോക്കി. ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കൂ. ഇതിന് വിപരീതമായി ഒന്നും ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഞാൻ ഈ മെസ്സേജ് ഐ വിൽ കണ്ടിന്യൂ ടുമോറോ. ഇന്ന് സമയം മുമ്പോട്ട് പോയി പ്രാർത്ഥിക്കാൻ പോവാം.
ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. അതുകൊണ്ട് ക്ഷീണം മടുപ്പിനെ ഇന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട്. എന്റെ ജീവിതത്തിൽ നിന്ന് വെളിയിലോട്ട് പോകും. ഇനി എന്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല. ഇന്നലെ ആ കുടുംബം എന്റെ അടുത്ത് വന്ന് പറഞ്ഞ പോലെ, ബ്രദറെ ഞങ്ങൾ തിരിച്ചിങ്ങ് വന്നു, കം ബാക്ക്. നിങ്ങൾ എവിടെയെങ്കിലും ഡിസ്കണക്ട് ആയി പോയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്റെ കർത്താവ് പറയാണ്, കം ബാക്ക്. യേശു നിങ്ങളെ വിളിക്കുകയാണ്. കം ബാക്ക് ഇൻ ടു ദ കിങ്ഡം. നിങ്ങളുടെ കൂട്ടായ്മയിൽ കർത്താവ് ഈ ലോകത്ത് കർത്താവ് നിങ്ങളെ ഒരു കൂട്ടായ്മയ്ക്ക് അകത്ത് കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടായ്മയിൽ നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരോട് ചേർന്ന് വിശ്വസ്തയോടെ നിന്ന് നിങ്ങൾ ഈ പിണങ്ങിയൊന്നും പോകരുത്. ഇവിടെ പിണങ്ങി എങ്ങോട്ട് പോകാനായി? ദൈവസാന്നിധ്യം വിട്ട് എങ്ങോട്ട് പോകാനാ? ചിലർ മനുഷ്യരോട് പിണങ്ങിപ്പോകും. അവര് പറഞ്ഞ് കേൾക്കാതെ നിങ്ങൾ മുട്ടൊന്ന് കുത്തിക്കേ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ മുട്ടുകുത്തിക്കേ. എന്റെ കർത്താവിനോട് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ഗോഡ് വിൽ ടോക്ക് ടു യു. കർത്താവ് നിങ്ങൾക്ക് ചിലതൊക്കെ കാണിച്ചു തരും. ആ കർത്താവിന്റെ ഒരു സ്പിരിച്വൽ ഗൈഡൻസിൽ ഹോളി സ്പിരിറ്റ് ലെഡ് ആയിട്ട് നിങ്ങളൊന്ന് പോയിക്കേ. പരിശുദ്ധാത്മാവ് നടത്താൻ തുടങ്ങും. പലരും പലതും പറഞ്ഞ് കേൾക്കുന്നതെല്ലാം അവരുടെ അഭിപ്രായമാണ്, മനുഷ്യരുടെ അഭിപ്രായമാണ്. അവർ കണ്ടതും അവർ ചിലപ്പോൾ കേട്ടതുമായിരിക്കും. അത് ശരിയാകണമെന്നില്ല. പ്രൈസ്. സോ അതുകൊണ്ട് അത് കേട്ട് ഈ കഴിഞ്ഞ ദിവസം ഷാജി ബ്രദർ അവിടെ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഷാജി ബ്രദർ പറഞ്ഞു, ഇവരും പറഞ്ഞത് കേട്ടിട്ട് ചിലരൊക്കെ പോയി, എന്നിട്ട് ആ പറഞ്ഞവരിപ്പോഴും അവിടെ നിന്നുണ്ട്. ശരിയാ. എടർച്ച കൊണ്ടുവന്ന് എങ്ങനെയും കലക്കി നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ പിശാച് നോക്കുകയാണ്. നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് വീഴ്ച കളയാൻ നോക്കുകയാണ്. നിങ്ങളെ കർത്താവിൽ, നിങ്ങൾ അവന്റെ തന്ത്രം നിങ്ങൾ അറിഞ്ഞോണം. നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റാൻ നോക്കുകയാണ്. നിങ്ങളെ അകറ്റിയാൽ മാത്രമേ നിങ്ങളെ മോഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ അകത്ത് നിൽക്കുമ്പോൾ നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. തീക്കകത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ 7 അയലോകത്ത് പോലും ഒന്നിനും വരാൻ പറ്റത്തില്ല. സോ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ നോക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ പേര് ഹിസ് നെയിം ഇസ് ഡെവിൾ. അവന്റെ പേര് പിശാചെന്ന്. പിശാചിന് മാത്രമേ ഉള്ളൂ ദൈവമായിട്ട് പ്രോബ്ലം ഉള്ളത്. മനസ്സിലായോ? സോ ബിവെയർ. അതിനെക്കുറിച്ച് ബി കോഷ്യൻ. ചതിക്കുഴിപ്പെട്ടു പോകരുത്. അവന്റെ കെണിയിൽപ്പെട്ടു പോകരുത്. എന്നാ ചെയ്യേണ്ട? സങ്കീർത്തനക്കാരൻ പറയാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും. എന്റെ വാസസ്ഥലം അതാ. ഞാൻ എന്റെ കർത്താവിന്റെ കയ്യിലിരിക്കും. അവന്റെ തൂവലുകൾ കൊണ്ട് അവനെ മറയ്ക്കും. ദുഷ്ടന്റെ കയ്യിൽ എന്ത് ചെയ്യരുത്? പെട്ടുപോകരുത്. അവന്റെ കെണിയിൽ പെട്ടുപോകാൻ അവൻ കെണി വെച്ചിരിക്കുക, പിടിക്കാൻ കെണി വെച്ചിരിക്കുക. അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് അലറുന്ന സിംഹം പോലെ നടക്കുന്നു എന്ന് പത്രോസ്ലീഹ പറയുക. പക്ഷേ അവന് വിഴുങ്ങാൻ പറ്റാത്തവരുമാണ്. നിന്നെ അവന് വിഴുങ്ങാൻ പറ്റത്തില്ല. നീ ദൈവസ്ഥലത്തിൽ നിൽക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നിന്നെ തൊടാൻ പറ്റത്തില്ല. നിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് ഈ വൈൽഡ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിടയ്ക്ക് വൈൽഡ് സഫാരിക്കൊക്കെ പോകും. അപ്പോൾ സഫാരിക്കൊക്കെ പോകുമ്പം ഞങ്ങൾ ഹണ്ടിങ് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കുറുക്കൻ, ഈ പിശാചിന്റെ വേറൊരു പേരും കുറുക്കത്തന്നെ അവന്റെ കയ്യിലുണ്ട്. നീ പോയി, യേശു പറയുന്നില്ല, ആ കുറുക്കനോട് നീ പോയി പറയും. ഈ കുറുക്കന്മാര് ഹണ്ട് ചെയ്യുന്ന കണ്ടിട്ട് 10-20 പേര് കാണും. ഇവരൊരു ടീമായിട്ട് അവര് ഹണ്ട് ചെയ്യും. അപ്പൊ ഇവർ ഈ ഹണ്ട് ചെയ്യുമ്പം ഈ ഇരയെ ഓടിക്കും. അപ്പൊ ഓടിച്ച് ഇവര് പല വഴിക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. കൂട്ടത്തിന്റെ അകത്തുനിന്ന് ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഒറ്റയ്ക്കാകും. എന്നിട്ട് പല വഴി കൂടെ ഇത് വരും. പല വഴി നമ്മൾ കണ്ടിട്ടില്ല, ഹണ്ടിങ് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല വഴി കൂടെ വന്നിട്ട് ഇതിനെ കയറി എന്ത് ചെയ്യും. നാഷണൽ ജോഗ്രഫി ഒക്കെ നിങ്ങൾ വെക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ കാണും. ഇതൊക്കെ പല വഴിക്ക് വിടും. ഇന്ന് പറഞ്ഞതുപോലെ നിന്നെ വഴി തെറ്റിച്ചിട്ട് ഇതിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് ഇറക്കിയിട്ട് വേണം അവന് നിന്നെ ഹണ്ട് ചെയ്യാൻ, മോഷ്ടിക്കാൻ. അവന്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകരുത്. സോ കണക്ട് വിത്ത് ഗോഡ്. ക്ഷീണിച്ച് മടുക്കരുത്. ചിലതൊക്കെ ഡിലേഡ് ആയെന്ന് വെച്ച് ക്ഷീണം വരരുത്. അതൊക്കെ ഇല്ലെന്നേ. ഗോഡ് വിൽ പ്രൊവൈഡ് എവരിത്തിങ് ഓൺ ടൈം. തക്ക സമയത്ത് ഒന്നിനും കുറവ് വരുന്നത്. സോ ലെറ്റ് us pray. ഞാൻ ഈ മെസ്സേജ് ഐ വിൽ കണ്ടിന്യൂ ടുമോറോ. അതുകൊണ്ട് ഇന്നത്തെ ദൂത് ക്ഷീണിച്ച് മടുക്കരുത്. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത് കണക്ട് വിത്ത് ജീസസ്. ആ പ്രാർത്ഥനയിൽ ആ ചൂടിന്റെ അകത്തോട്ട്, ആ തീക്ക് അകത്തോട്ട് കയറി നിന്നേ.
നിന്നെ തൊടാൻ പറ്റത്തില്ല. ആമേൻ. ഒന്നിച്ച് പ്രാർത്ഥിക്കും. യേശുവേ സ്തോത്രം കർത്താവേ. ഇന്ന് കേട്ട വചനത്തിന്റെ ഉപഹാരം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അപ്പ. ആ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ, ആ കർത്താവിനെ സ്നേഹിച്ച് മുൻപോട്ട് പോകുവാൻ, ഞങ്ങളുടെ മടുപ്പുകളും ക്ഷീണങ്ങളും ഒക്കെ മാറ്റി ആ കർത്താവിലേക്ക് നോക്കി ആ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാരങ്ങളിൽ, വിഷയങ്ങളിൽ കർത്താവ് ഇറങ്ങിച്ചെല്ലണമേ. വഴികളും വാതിലുകളും അവരുടെ മുമ്പിൽ തുറക്കണമേ. ദൈവിക സമാധാനത്താൽ ഓരോ കുടുംബങ്ങളും നിറയട്ടെ. ഹല്ലേലൂയ. ദൈവികമായ സ്വസ്ഥത ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. കർത്താവ് കൂടെ ഇരുന്ന് മക്കളെ തൊടുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവ്. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് പറഞ്ഞ പോലെ ചില വെല്ലുവിളികളും ഒക്കെ ആയിട്ട് ഓഫീസിലോട്ടൊക്കെ കടന്നു പോകുന്നവർ, ബിസിനസ് സ്ഥലത്തോട്ടൊക്കെ കടന്നു പോകുന്നവർ, ചില സാമ്പത്തിക ആവശ്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവർ, ചിലതിനെയൊക്കെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ കരം ഇന്ന് അവരുടെ കൂടെ ഇറങ്ങുന്നതിനായി സ്തോത്രം. കർത്താവെ യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ നിന്റെ കണ്ണ് കുറുകിപ്പോയിട്ടില്ല, നിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുതകരം അവർക്കായി നീട്ടുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ കരം അവരുടെ കൂടെ പോകണം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ആ സാന്നിധ്യത്തിൽ നടക്കാൻ കർത്താവ് ഓരോരുത്തർക്കും കൃപ കൊടുക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ വീടുകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങൾ ജീവിതത്തെ അനുഗ്രഹിക്കുകയാണ്, ബിസിനസിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, അവരുടെ തലമുറകളെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ അവരുടെ കൈവേലകളെ അനുഗ്രഹിക്കുകയാണ്. അവർ ചെയ്യുന്നതൊക്കെയും യേശുവിൻ നാമത്തിൽ സാധിക്കട്ടെ. കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ധാരാളമായി ദൈവകൃപ അവരുടെ മേൽ വരട്ടെ. അവരുടെ സ്പിരിച്വൽ ലൈഫിനെ അനുഗ്രഹിക്കുന്നു. ആത്മീയമായി നെവർ ഗെറ്റ് ഡിസ്കണക്റ്റഡ്. അങ്ങനെ നിൽക്കാൻ കർത്താവ് കൃപ കൊടുക്കണമേ. ആ സാന്നിധ്യത്തിൽ നിൽക്കാൻ, ആ കൊടയുടെ കീഴിൽ നിൽക്കാൻ കർത്താവ് കൃപ കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം അവരുടെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുകയാണ്. എല്ലാ വെല്ലുവിളികളും മാറട്ടെ, എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ, കടഭാരങ്ങളെല്ലാം മാറട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായ ചില വഴികൾ നിന്റെ മക്കൾക്ക് വേണ്ടി തുറക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പെരുകുന്നതിനായി സ്തോത്രം. വലിയ മൾട്ടിപ്ലിക്കേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, വലിയ വർധനമുണ്ടാകട്ടെ. നന്മ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. സ്വർഗം അവർക്കായി തുറക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കണം. എല്ലാ ഭയത്തെയും ഞാൻ ശാസിക്കുകയാണ്. ഭയത്തിന്റെ ആത്മാവ് കഴിഞ്ഞ ദൈവാത്മാവിനോട് പറയാണ്, കഴിഞ്ഞ രാത്രിയിലും ഉറങ്ങാൻ സാധിക്കാതെ ചില വിഷയങ്ങളെയൊക്കെ ഓർത്ത് ഭയപ്പെട്ടിരുന്ന ചില വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ ആ ഭയം, യേശുവിന്റെ നിങ്ങൾ തന്നെ പറഞ്ഞേ, ആ ഭയം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ആ വിഷയം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ഈ ദിവസം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഡോണ്ട് ബി വെറി ആൻഡ് ഡിസ്കറേജ്ഡ്. ക്ഷീണിച്ച് മടുത്ത് പോകരുത്. യേശുവുണ്ട്, ജീവനോടെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ട്. നോക്ക്, സ്നേഹിച്ചാൽ മതി, നിങ്ങളുടെ വീട്ടിൽ വന്ന് വാസം ചെയ്യുമെന്ന് ഐ ബിലീവ് ദറ്റ് വേർഡ്. സ്വർഗം തന്റെ വാസസ്ഥലം നിങ്ങളുടെ വീടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ മന്ദിരമാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നിങ്ങൾക്ക് കുറവ് വരത്തില്ല. ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതനും അധികാര പരിമിതികളുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലെ അധികാരമുള്ളൂ, അമേരിക്കയിലെ അധികാരമില്ല. എന്നാൽ എന്റെ ദൈവത്തിന്, വീണ്ടും ജനിച്ച ദൈവവൈതലിന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളുമുണ്ട്. മഹത്വം ആകാശവും ഭൂമിയും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹത്വത്തിന്റെ കീഴിലാണ് ഞാനും നിൽക്കുന്നത്. പ്ലീസ് നോക്ക്, പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഒക്കെ അവരുടെ രാജ്യത്ത് മാത്രമേ അധികാരമുള്ളൂ. എന്നാൽ ഞാനും നിങ്ങൾ എത്ര പ്രിവിലേജ്ഡ് ആണെന്ന് ഓർക്കണം. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇറ്റ് വിൽ ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. അനേകർക്ക് അതൊരു അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹം. നാളെ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് കർത്താവ് വരും കേട്ടോ. ഓരോ ദിവസവും ആ എക്സ്പെക്ടൻസിയിൽ വേണം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഇന്ന് ചിലപ്പം വരുമായിരിക്കും. പ്ലീസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയധികം നമ്മളെ സൂക്ഷിക്കും അല്ലേ. നമ്മളെ സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതായിരിക്കും. ഇന്ന് വരുമായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഡിസ്കണക്ട് ആകാൻ പറ്റത്തില്ല. ഇന്ന് വരുമായിരിക്കും. അങ്ങനെ ജീവിച്ചാൽ പ്രൈസ് നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. സോ ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.